ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ദിനത്തിലേക്ക്, ക്രിസ്മസിന്റെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദിവസമായി ഞായറാഴ്ചയെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ഇതായിരിക്കും നിങ്ങൾക്കടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവം ആട്ടിടയർക്ക് കൊടുക്കുന്ന ഒരു വലിയ അടയാളമാണത്. രക്ഷകനെ പ്രതീക്ഷിക്കുന്ന, ജീവിതത്തില് ആട്ടിൻകൂട്ടവും അതുമായുള്ള ബന്ധങ്ങളുമായി മുന്നോട്ടു പോകുന്ന അവരുടെ ജീവിതത്തിന്റെ വലിയ പ്രതീക്ഷയായി ഈശോ ജനിക്കുമ്പോൾ ദൈവം അവർക്കൊരടയാളം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ അവിടെ അടയാളങ്ങളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അടയാളങ്ങൾ കൊണ്ട് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്റെ പ്രവൃത്തികൾ അടയാളങ്ങളാകാറില്ല. എന്നാൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ ലോകത്തിൽ അടയാളങ്ങളായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആട്ടിടയർക്ക് ദൈവം കൊടുത്ത അടയാളം രാജാതിരാജനായ ഈശോയെ വലിയ രാജകൊട്ടാരങ്ങളിലല്ല കാണുക,